We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. When all the things go wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love. Never let you go. We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. When all the things go wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love. Give me your love. Give me your love. Never let you go. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. യെരൂശലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പാപിക്കും രോഗി
രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനായി, പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളെ ചൊല്ലിടുകിൽ ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും, കൺമണിയായി കാത്തിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. I get wings to fly. Oh, I'm alive. Yeah. When you call on me, when I hear you breathe, I get wings to fly. I feel that I'm alive. When you look at me, I can touch the sky. I know that I'm alive. When you bless the day, I just drift away. All my worries die. I'm glad that I'm alive. You've set my heart on fire, filled me with love, made me a woman on clouds above. I couldn't get much higher. My spirit takes flight, 'cause I am alive. Oh, when you call on me. ദൈവമേ, ഈ ഒരു പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അനന്തമായ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് തൃത്വിക ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏറെ പ്രത്യേകിച്ചും ഇന്ന ദിവസം അങ്ങയുടെ പുത്രന്റെ തിരുശരീര രക്തങ്ങളെ
ആദ്യമായി സ്വീകരിക്കുവാൻ പോകുന്ന ജോബിനെ സമർപ്പിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അവൻ്റെ അധരങ്ങളെയും അവൻ്റെ ശരീരത്തെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ ആത്മാവിനെയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുശ രക്തങ്ങളാൽ അവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് അപ്പം മുറിച്ച് ഭക്ഷിച്ചപ്പോൾ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതുപോലെ ഈ മകൻ്റെയും ആത്മാവ് അങ്ങയുടെ തിരുശരീരക്തങ്ങൾ ഭക്ഷിക്കുക വഴി തുറക്കപ്പെടുവാനും അവൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് നിരന്തരം അങ്ങയെ ദർശിക്കുവാനും അവന് ലഭിക്കുന്ന തിരുശരീരക്തങ്ങളുടെ പരിശുദ്ധമായ സംരക്ഷണത്താൽ ഇനിയുള്ള ജീവിതങ്ങളിൽ വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ ഈ മകനെയും ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിരന്തരം ഈ മകന് അങ്ങയുടെ കൃപകളും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അമ്മ മാതാവേ, ജോബിനെ പൂർണ്ണമായിട്ടും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ചത് അങ്ങാണല്ലോ. അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവായ നിമിഷം മുതൽ അമ്മ അനുഭവിച്ചറിഞ്ഞ ആത്മീയമായ സന്തോഷം ഞങ്ങൾ അനുസ്മരിക്കുന്നു, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇന്നേ ദിവസം ആദ്യമായിട്ട് ഈ കുഞ്ഞുമകൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ അവൻ്റെയും ആത്മാവിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി അമ്മ ഈശോയുടെ നിരന്തരം ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉണ്ണീശോയെ അമ്മ സംരക്ഷിച്ച് കൊണ്ടുപോയതുപോലെ ഈ കുഞ്ഞുമകനെയും ഇന്നു മുതൽ ഓരോ നിമിഷവും പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും വിശുദ്ധിയോടുകൂടെ ഇവൻ ജീവിക്കുന്നതിനും വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മൂടാവി കൊണ്ട് ഇവനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56, 57, 58 വചനങ്ങൾ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ച് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മണ്ണ ഭക്ഷിച്ച് എങ്കിലും മരിച്ച്. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിന്റെ സുവിശേഷം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നാൾ മുതൽ പോസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, കുഞ്ഞുനാൾ മുതലെൻ്റെ
മാനസത്തിൻ്റെ ഭാഗ്യമേ, ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നതു കണ്ട നേരം ആയിരം നാവിൽ കുർബാനയായി അവിടുന്നലിയുന്ന നേരം ഈശോ വരണേ ഉള്ളിൽ ഇന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ വരണേ ഉള്ളിൽ ഇന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ പോസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്ന നാൾ വിശ്വാസത്തിന്റെ കണ്ണുകൾക്ക് കാണാൻ പാകത്തിൽ ആശീർവദിച്ച ബോധതത്വത്തിലും മുൻസ്നേഹത്തിൽ എന്നും നിലനിൽക്കുന്നവരാകാം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഈശോയെ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ അപരർ നമ്മിൽ ഈശോയെ ദർശിക്കുവാനിടയാകട്ടെ. ക്രിസ്തു അനുഭവം പകർന്നു നൽകുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളായി തീരുവാൻ വേണ്ടി നമുക്കേവർക്കും ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. Amen.
സകലവും നിന്നോടുകൂടി. ഈശോയിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ജോബിൻ എന്ന മകൻ തൻ്റെ ബാല്യത്തിൽ അറിയാതെ മാതാപിതാക്കൾ വഴി യേശുവിനെ സ്വീകരിച്ചു. ഇന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുകയാണ്. ബാലനായ യേശുവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിലുള്ള പ്രീതിയിലും വളർന്നു വരുന്നതാണ്. ജോബിനെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് മനസ്സിൽ വരുന്നത് ഇതൊക്കെ തന്നെയാണ്. ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അതികുർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എത്രയാണ്? 7. ജ്ഞാനസ്നാനം ആദ്യ ഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ ആദ്യ കുർബാന വഴി യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നു. യേശുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ശ്രദ്ധിക്കണം, വസ്തുക്കൾ വായിക്കണം. ഉടനെ മറുപടി വന്നു ഇനി ആവേശം കൂടെ വാങ്ങിച്ചു കൊള്ളിക്കേട്ടായിരിക്കും. നമ്മുടെ ഈ മഹാത്മയാണ്. അപ്പോ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ബുദ്ധിയേക്കാൾ വരുന്ന കാര്യങ്ങൾ പറയുവാനുള്ള ആ ഒരു ഇതാണെന്ന് ഞാൻ അവിടെ കാണുന്നത്. അതിനേക്കാൾ ഉപരി ഇതുപോലെ പല മാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഓരോരുത്തർ കടന്നു വയ്ക്കുകയാണ്. ഇന്ന് യേശുവിനെയും യേശുവിന്റെ ആത്മാവിനെയും സ്വീകരിക്കുന്ന ഈ യോഗനെ നമ്മളതിനെ നമുക്ക് എല്ലാവരും കൊണ്ട് ഇവനെ ഒരുക്കിയ എല്ലാവരെയും, മാതാപിതാക്കളെ പ്രത്യേകിച്ച്, കേറ്റീസം അധ്യാപകരെ പ്രത്യേകിച്ച്, വികാരിയച്ഛനെ പ്രത്യേകിച്ച്, അതുപോലെ വിമുക്താദികളെ പ്രത്യേകിച്ച്, സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇവന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ വലിയ പ്രവർത്തനായി പങ്കുവയ്ക്കണം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സഹോദരരെയും നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരമായും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ
ദൈവമേ ക്രിസ്ത്യാനിയായി എല്ലാം ജീവിക്കുകയും വഴങ്ങുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. പ്രവർത്തന പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം 2 മുതൽ 3 വരെയും 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് മോശ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ രൂപപ്പെടുത്താൻ തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാൻ, നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ അനുഭവപ്പെടുത്തുകയും വിശപ്പറയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തു. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലം ഒഴുകി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. കർത്താവിന്റെ വചനം. കർത്താവിനെ സ്തുതിക്കുക. സീയോനേ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുകയും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗവത്തമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗവത്തമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ. അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ്. കർത്താവിന്റെ വചനം.
ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവനെന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുന്നില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിന്റെ സുവിശേഷം. സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതാധ്യക്ഷൻ സുസപാക്യം പിതാവിനെയും സഹായമെത്ര ക്രിസ്തുദാസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി ബാബിൻ സുസയച്ചനെയും ഇന്നേ ദിവസം വേദനിപ്പിക്കുന്ന സഹകാർമികരെയും മറ്റെല്ലാ സന്യസ്തരെയും സമർപ്പിക്കുന്നു. നന്മയായ ക്രിസ്തുനാമത്തിൽ സ്വരം ശ്രമിച്ചുകൊണ്ട് അവിടുത്തോടൊപ്പമായിരിക്കുവാനും സഭാമക്കളെ വചനവഴിയിൽ നയിക്കുവാനും വേണ്ട കൃപ അവരെ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം തിരുവിതാംകൂർ സ്വീകരിക്കുന്ന ജോബിനെ സമർപ്പിക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവിനെ പ്രതിഫലിക്കാനും ദൈവസേനത്തിൽ എന്ന് നിലനിൽക്കുവാനും ജോബിനെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ മനസ്സിലും ശരീരത്തിലേറ്റ മുറിവുകളും വേദനകളും അങ്ങയുടെ തിരുത്തിത്താൽ കഴുകി അവർക്ക് ആശ്വാസമേകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, എല്ലാ യോജനകളെയും സമർപ്പിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ സ്നേഹത്തിലും കരുണയിലും ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേ പക്കലേക്ക് വിളിക്കപ്പെട്ട എല്ലാ മനുഷ്യവിശ്വാസങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലതുവശത്തായതുകൊണ്ട് അങ്ങയുടെ സ്നേഹവും കരുണയും ദർശിക്കാൻ വേണ്ട കൃപ അവരിൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളർപ്പിച്ച കാഴ്ചകൾ വഴി കൗതാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും കാരണങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വമായി സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. മനുഷ്യന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ
സർവശക്തിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുപോലെ ഈ കാലിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒപ്പിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സായി പീഡകൾ സഹിച്ചപ്പോൾ അവിടുന്ന് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാതിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ
അങ്ങേക്ക് മുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അനുഗ്രാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെല്ലാം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സമീപങ്ങളെ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ അധിപത്യഭാഗ്യ മെത്രാപ്പൊലീത്തായി, സഹായ മെത്രാൻദാസിനെ, വൈദികരുടെ സഭയിൽ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയുടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താലും മരണമടഞ്ഞ് സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനേകരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ പ്രദേശത്തോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെ അനുഗ്രഹമാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ വിമോചിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കഴിവാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ രക്ഷിത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെന്ന് പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ ദൃഢമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുവരണമേ. കർത്താവിന്റെ സമാധാനം നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം
സ്വാഗതം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന് വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീതൻ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാം ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ും
മനസ്സിന്റെ നോവൽ കുരിശോട് ചേർത്താൽ നാദം അണയുന്നില്ല. സന്തോഷവും സമാധാനവും നമുക്ക് പൂർണ്ണത്തിൽ ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോ ഇല്ലാത്ത ഒരു ജീവിതം ഒരു വ്യക്തിയായിട്ടുള്ളത് തന്നെ ഒരു ജീവിതം തന്നെയാണ്, ശൂന്യമായ ഒരു ജീവിതമാണ്. ജോബിൻ ഇന്ന് കർത്താവ് ഈശോ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. നീ ഭാഗ്യവാനാണ്. കർത്താവിന്റെ ആ സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഈശോ അതൊക്കെ വരുമ്പോൾ യേശുവായിട്ട് നാം പതുക്കെ മാറുകയാണ്. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലും എല്ലാത്തിലും തന്നെ കർത്താവിനെ പോലെ ചിന്തിക്കുകയും കർത്താവിനെ പോലെ സംസാരിക്കുകയും കർത്താവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതാണ് ഒരു ക്രിസ്ത്യ ജീവിതം. അങ്ങനെ ഒരു രൂപാന്തരീകരണം ഇതിൽ സംഭവിക്കുക. ഇതിനെക്കുറിച്ച് പ്രായം മുതലേ ഞങ്ങൾ പതുക്കെ വരുമ്പോൾ നമ്മൾ മുതിർന്നതായി വരുമ്പോൾ ഒരു വിശുദ്ധിയിലേക്ക് കടന്നെടുത്ത് വിശുദ്ധരായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുറേ പേര് കുറച്ച് പ്രായത്തിൽ തന്നെ ആദ്യമാണ് സ്വീകരിച്ച ആ സമയം തന്നെ മരിച്ചു പോയിട്ട് എത്രയോ വിശുദ്ധങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു ജ്ഞാനം നമ്മുടെ പറഞ്ഞതുപോലെ തന്നെ ആ ജ്ഞാനം ലഭിച്ചതുകൊണ്ട് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഈശോയെ സ്നേഹം കഴിഞ്ഞപ്പോൾ അവർ യേശുവായിട്ട് പതുക്കെ മാറാൻ തുടങ്ങി. അങ്ങനെ രൂപാന്തരീകരണം സംഭവിച്ചതുകൊണ്ട് അവർ വിശുദ്ധനായിട്ട് മരിച്ചപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു.
അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലാക്കട്ടെ. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാണ്, കുർബാന സ്വീകരിക്കുവാണ്, ഒരിക്കലും നിനക്കാൻ വലിയ ദാഹം മോഹം ഈ ലോകത്തിൽ ഒന്നുമില്ല. ഞാൻ വൈദികനായ മുൻപായിട്ടും വേദനായതിനു ശേഷവും ബലിയർപ്പണം ഇല്ലെങ്കിലും രാത്രി 12 മണി 1 മണിക്കെല്ലാം ഞാൻ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. കുർബാന അർപ്പിച്ച് ഈശോ അത് തോന്നുമ്പോഴാണ് നമ്മിൽ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഇവിടെ എല്ലാ വൈദിക നാമത്തിലെ ആശംസിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യ കുർബാന സ്വീകരിക്കണം, അതും പ്രത്യേകിച്ച് യേശുവിന് തന്നെ കൊടുക്കണം. അതിൽ വളരെ നിർബന്ധപൂർവ്വം ഞാൻ കുർബാന ചൊല്ലോ, അസുഖമാണ് അച്ഛൻ കുർബാന മാത്രമേ ചൊല്ലൂ. കുർബാന തരുന്നത് വിശ്വസിച്ചായിരിക്കും. അങ്ങനെ വളരെ നിർബന്ധപൂർവ്വം അവരുടെ ആഗ്രഹം കർത്താവ് ഇന്ന് എത്തിച്ച് അത് ചാൻസ് കൊടുത്ത് ദൈവത്തിന് അംഗീകരിപ്പിക്കാം. ഇവിടെ നമ്മുടെ മലമുകൾ ഇടവക വികാരി അച്ഛൻ ഒത്തിരി തിരക്കുണ്ടായിട്ടുണ്ട്. വേറൊരു തൊഴിൽ പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ വലിയ മനസ്സ് കാണിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത് അതുപോലെ തന്നെ കാറ്റഗിസം പഠിപ്പിച്ച നമ്മുടെ മേരി തങ്കച്ചനാണ് നമ്മുടെ ആരോഗ്യത്തിന് കാറ്റഗിസം പഠിപ്പിച്ചത്. അപ്പൊ അന്ന് മുതലുള്ള ആ ഒരു സ്നേഹബന്ധം, അതുകൊണ്ടാണ് ആരോഗ്യച്ചൻ ഇത്രയും ദൂരം പുള്ളിയുടെ പേരിൽ നിന്ന് ഇത്ര യാത്ര ചെയ്തുകൊണ്ട് വന്നത്. അച്ഛനും നമ്മുടെ ഇതെല്ലാം നല്ല രീതിയിൽ ഒരുക്കി തന്ന് മാലിന്യച്ചനും ഇത് ജോബിയുടെ ആഗ്രഹം ഇത് സാധിച്ചു കൊടുത്ത വിശ്വസിച്ചനും കുടുംബത്തിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്ന എല്ലാവരും അവസാന പ്രാർത്ഥനയ്ക്കായി കഴിഞ്ഞിട്ടുണ്ട്. അമൂല്യമായ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിലും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുതരണമേ. നിങ്ങളുടെ കാത്തുരക്ഷയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്നെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പത്നിയുടെ എതിർക്കുകയും നിങ്ങളുടെ തന്നെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ച്
ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. കാൽവരിയിൽ നീയണച്ചു നിത്യമാമൊരു യാഗം. ഈ ബലിയിൽ നീ തരുന്നു രക്ഷതൻ സൗഭാഗ്യം. കാൽവരിയിൽ നീയണച്ചു നിത്യമാമൊരു യാഗം. ഈ ബലിയിൽ നീ തരുന്നു രക്ഷതൻ സൗഭാഗ്യം. എന്നേശുവേ നീ നൽകിടും സ്നേഹം എത്ര മഹനീയം. എന്നേശുവേ നീ നൽകിടും സ്നേഹം എത്ര മഹനീയം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. നിന്ദേഹമെന്നാത്മാവിൻ പാഥേയമാകുന്നു. നിന്നിണം പാപങ്ങൾ തൻ കറകൾ കഴുകിടുന്നു. നിന്ദേഹമെന്നാത്മാവിൻ പാഥേയമാകുന്നു. നിന്നിണം പാപങ്ങൾ തൻ കറകൾ കഴുകിടുന്നു. എന്നേശുവേ നീ നൽകിടും ദാനം എത്ര സംപൂജ്യം. എന്നേശുവേ നീ നൽകിടും ദാനം എത്ര സംപൂജ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ
രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അപ്പവും വീഞ്ഞുമീൽ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവർ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീൽ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവർ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങീ കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ ആശീർവദിച്ചങ്ങീ കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീൽ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവർ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അൾത്താരയിൽ ഞങ്ങൾ അർപ്പിക്കും കാഴ്ചയിൽ ജീവിതം പൂർണ്ണമായി ചേർത്തിടുന്നു. അൾത്താരയിൽ ഞങ്ങൾ അർപ്പിക്കും കാഴ്ചയിൽ ജീവിതം പൂർണ്ണമായി ചേർത്തിടുന്നു. അപരാധം ചെയ്തൊരു ദാസരെ അലിവോടെ ആശീർവദിക്കണേ തമ്പുരാനേ. അപരാധം ചെയ്തൊരു ദാസരെ അലിവോടെ ആശീർവദിക്കണേ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവർ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീൽ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവർ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ
മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും.